ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് വീണ്ടും ഒരു സമ്മർ ഡ്രിങ്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ വേറെയും ഡ്രിങ്ക്സിൻ്റെ റെസിപ്പി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സ്പൈസി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. നമ്മൾ ഗ്രീൻ ഗ്രേപ്സ് വെച്ചിട്ടാണ് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നത്. എരിവും മധുരവും പുളിയും എല്ലാം കൂടി ഇത് കുടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഉന്മേഷം കിട്ടും. അപ്പോൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലെ പച്ചമുന്തിരിയാണ്. ഇത് നല്ല മധുരമുള്ള പച്ചമുന്തിരിയാണ്, പുളി കുറവാണ് ഇതിന്. ഇത് ഞാൻ ഏകദേശം 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുന്തിരി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിലും കുറവായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതധികം എരിവില്ലാത്ത പച്ചമുളകാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും ചേർത്ത് കൊടുത്ത് 1 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി നമുക്കൊരു ഗ്ലാസ്സിലോട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്ത് ഒരു ഹാഫ് ലെമൺ ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ നല്ല പുളിയുള്ള മുന്തിരിയാണെങ്കിൽ ഇതുപോലെ ലെമൺ ചേർത്ത് കൊടുക്കണം എന്നില്ല. ഇതിപ്പോൾ ഒട്ടും പുളിയില്ലാത്ത മുന്തിരിയാണ്, അതുകൊണ്ടാണ് ഞാൻ ലെമൺ ചേർത്ത് കൊടുത്തത്. നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ജ്യൂസ് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വളരെ സ്പൈസി ആയിട്ടുള്ള പച്ചമുന്തിരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ജ്യൂസാണ് ഇത്. എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.